ഞാൻ വന്നിരുന്ന് ഈ മൈക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഫോണിലൂടെ കേട്ടത് അങ്ങ് വളരെ മോശമായ ഒരു പ്രയോഗം നടത്തുന്നതാണ് ഞാൻ കേട്ടത്. എപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്തേക്ക് അവർ പോകും എന്നൊരു ചോദ്യം, അത് അല്പം അഹങ്കാരവും അതിര് കടന്നതുമായി പോയി എന്ന് നിഷാദിനോട് പറയാതിരിക്കാൻ കഴിയില്ല. അത് ശരിയായ നടപടിയല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ട വേലയല്ല താങ്കൾ ചെയ്തത്. ചോദിക്കണ്ടേ, അവർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യുടെ കൂടി ഭരണകക്ഷി ഉണ്ടാക്കിയവർ പിന്നെ സ്വാഭാവികമായിട്ടും പോകേണ്ടത് മാരാർജി ഭവനിലേക്കല്ലേ, അല്ല അവർ ഇന്ദിരാ ഭവനിലേക്കാണോ? ആ ചോദ്യം ചോദിക്കണ്ടേ. അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രം എന്താ തെറ്റ്? അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഇനി മാരാർജി ഭവനാണ്. കോൺഗ്രസ് താങ്കളുടെ ഞാൻ നിഷാദിനെ പരസ്യമായി ചാനലിരുന്നുകൊണ്ട് ചീത്ത വിളിക്കാൻ ഇടവരുത്തരുത്. ഞാൻ പറഞ്ഞേക്കാം, മനസ്സിലായില്ലേ? പറയുന്നത് ആലോചിച്ചും സൂക്ഷിച്ചും വസ്തുതയുടെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം, അല്ലെങ്കിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ഞാൻ വിടും. അതായത് അങ്ങയുടെ തീരുമാനമാണ്, എനിക്കത് ചെയ്യാനില്ല. അങ്ങ് എന്ത് പറയണം, എങ്ങനെ സമീപിക്കണമെന്നത് അങ്ങയുടെ തീരുമാനമാണ്. ചോദ്യം BJP-യുമായി സഖ്യം ഉണ്ടാക്കിയവർ ഞാൻ പറയട്ടെ എന്ന് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞതിൽ എനിക്കൊരു പിഴവും തോന്നുന്നില്ല. ഞാൻ പറയട്ടെ നിങ്ങൾ അത്ര ആവേശം കൊള്ളാതെ, നിങ്ങൾ BJP-യുടെയോ CPM-ൻ്റെയോ കുത്തകപ്പാട്ടോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആവേശം കൊള്ളാതെ ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത്, 2 വിമതർ അവിടെ മത്സരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമതർ അല്ല അവിടെ മത്സരിച്ചത്, കോൺഗ്രസ് പാർട്ടിയുടെ വിമതറാണ് മത്സരിച്ചത്. അവർ ജയിച്ചത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടും BJP-യെ പരാജയപ്പെടുത്തിക്കൊണ്ടും CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ടുമാണ്. ആ കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? താങ്കൾക്ക് തർക്കമുണ്ടെങ്കിൽ പറയാം, ഞാൻ വഴങ്ങിത്തരാൻ തയ്യാറാണ്. വിമതർ ജയിച്ചത് 3 പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ടാണ് എന്നതാണ് എൻ്റെ നിലപാട്. താങ്കൾക്ക് അതിൽ വിയോജിപ്പുണ്ടോ? സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയുടെ വിമതരോട് ഒരു ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഏത് പാർട്ടിയും നടത്തും. കേരളത്തിൽ മറ്റിടങ്ങളിൽ മത്സരിച്ച വിമതരെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആക്കിയിട്ടുണ്ട്. കാരണം അവർ കോൺഗ്രസ്സുകാരാ. സീറ്റ് തർക്കം, സീറ്റ് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ കേവല വിയോജിപ്പ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോ ആഗ്രഹങ്ങളോ സാക്ഷാത്കരിച്ച് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന വിയോജിപ്പ്, അതിൻ്റെ പേരിൽ മാത്രമാണ്. കോൺഗ്രസ് വിരുദ്ധരായിട്ടല്ല, എടുത്ത ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ ശത്രുക്കളല്ല, ഒരഭിപ്രായ വ്യത്യാസമാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ മത്സരിച്ച 2 പേർ അവിടെ വിജയിച്ചു, എല്ലാ പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ട്. സ്വാഭാവികമായും ഞങ്ങൾക്കൊറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം ഇല്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ വിമതരുടെ സഹായം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അവർ ഞങ്ങളുടെ പഴയ പാർട്ടിക്കാർ, അതായത് ഈ മത്സരം നടക്കുന്നതുവരെ ഞങ്ങളുടെ പാർട്ടിക്കാരാണെങ്കിൽ അവരോട് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ചർച്ച ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഞങ്ങളത് ചർച്ച ചെയ്ത് വരുമ്പോൾ അവിടെ വിമതരിൽ ഒരാളെ പ്രസിഡന്റ് ആക്കണമെന്ന് പാർട്ടി പറയുന്നു. അത് ഔസേപ്പ് എന്ന് പറയുന്ന ആളെ പ്രസിഡന്റ് ആക്കണം എന്ന് പറയുന്നു. തർക്കമൊന്നുമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ പ്രാദേശികമായി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരായ 8 പേർ, ആരൊക്കെയാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലാരെങ്കിലും ഉണ്ടോ എന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ മത്സരിച്ച കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പാർട്ടി നിർദ്ദേശിച്ച വിമതനെ പിന്തുണയ്ക്കുന്നതിൽ തൃപ്തി കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കതിൽ ആശയ ദൃഢത കുറവുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിമത സ്ഥാനാർത്ഥിയായ ടെസിയെ അവർ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുന്നു. അവിടെ മറ്റൊരാൾ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു. ആ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2-3 സാഹചര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ CPM ജയിക്കാം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പലയിടങ്ങളിലും അവരുടെ വോട്ട് UDF-ന് ചെയ്തിട്ടില്ലേ? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് പ്രസിഡന്റ്ഷിപ്പ് കിട്ടാൻ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തർക്കമുണ്ടോ? അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾക്ക് കുറവുള്ള വോട്ട് CPM-ൽ നിന്നോ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാവും മത്സരിക്കുക. അങ്ങനെ മത്സരിച്ചപ്പോൾ അവിടെ BJP-ക്കാർ വോട്ട് ചെയ്തിരിക്കുന്നു. BJP എന്ന് പറയുന്ന പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും 2 പേർ വോട്ട് ചെയ്താൽ ഞങ്ങളുടെ മുന്നണിയുടെ തീരുമാനം എന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്താ? SDPയോ BJPയോ പിന്തുണച്ചുകൊണ്ട് UDF-ന് ഒരു പ്രസിഡന്റ് വേണ്ട. അത് ഞങ്ങളുടെ മുന്നണി തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കും. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർമാർ രാജിവെക്കുന്നു. അത് സംഘടനാപരമായ വിഷയമാണ്.
സംഘടനാപരമായ വിഷയം 8 പഞ്ചായത്ത് മെമ്പർമാർ ഒന്നിച്ചു പറയുന്ന വിഷയത്തിന് വിരുദ്ധമായി DCCയുടെ ഒരു തീരുമാനമുണ്ടായാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഉടനെ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞാൽ അതിനെ തെമ്മാടിത്തരുമെന്ന് പറയാം. അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? അല്ല, താങ്കൾ പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്നറിയാമോ അനിൽ ബോസ്? താങ്കൾ പറയുന്നതും ഈ പഞ്ചായത്ത് ഈ 8 പേരടങ്ങുന്ന പഞ്ചായത്ത് അംഗങ്ങളിൽ ഒരാളാണ് ഇവിടെ ഉള്ളത്, ലിൻഡോ പള്ളിപ്പറമ്പൻ. ലിൻഡോ പറയുകയാണ്, ഔസേപ്പിനെ പ്രസിഡന്റാക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി അടക്കം പിൻവലിച്ച് പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനോ മറ്റോ ഉള്ള എല്ലാ ധാരണയും പൂർത്തിയാക്കിയിരിക്കും. അദ്ദേഹത്തെ CPM പർച്ചേസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഔസേപ്പിനോടുള്ള വിരോധം കൊണ്ട് അവർ വേറെ ഒരു പ്ലാൻ ഉണ്ടാക്കി. സമ്പൂർണ്ണ വൈരുദ്ധ്യമാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ ഈ അവിഹിത സഖ്യം ഉണ്ടാക്കിയ കക്ഷി പറയുന്നതും താങ്കൾ പറയുന്നതും രണ്ടും രണ്ട് കാര്യം. പിന്നെ BJP തന്നെയാണ് ഈ രാജിക്കത്ത് പ്രചരിപ്പിച്ചത്. BJPക്ക് കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ പറ്റിയല്ല. രാജീവ് ചന്ദ്രശേഖരന്റെ കർശന നിർദ്ദേശമുണ്ട്. അപ്പൊ കോൺഗ്രസിന് ഇറങ്ങി വന്നാലേ പറ്റൂ. അവർ കോൺഗ്രസിന് ഇറങ്ങിപ്പോയി BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കി. നമ്മളെല്ലാവരും കഴിക്കുന്നത് ചപ്പാത്തിയല്ലേ അനിൽ ബോസ്?